നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂട്ടലുകൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ? ആർക്കാണ് പിഴയ്ക്കാൻ പോകുന്നത്? ഞാൻ മുമ്പും ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, 2024 ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് BJP തന്നെയാണ്, നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് പല പ്രേക്ഷകർക്കും സംശയവുമുണ്ടായേക്കാം. മനോരമ അടക്കമുള്ളവർ നടത്തിയ സർവേ ഫലങ്ങളിൽ കോൺഗ്രസിന് മുൻതൂക്കം നൽകുന്നുണ്ട്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ നേതാവായി അംഗീകരിക്കുന്നു. 49% പേർ എന്നാണ് മനോരമയുടെ സർവേ ഫലങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അന്ന് മോദിക്ക് ലഭിച്ച ജനപിന്തുണ എന്ന് പറയപ്പെടുന്നത് 19% അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് 2024 എന്നായിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയപ്പെടുന്ന ഒരു സെമി ഫൈനലായി കാണണമെന്നും ആ സെമി ഫൈനലിലെ വിജയം ആർക്കാണോ ലഭിക്കുന്നത് അവർക്ക് മുൻഗണന ലഭിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും 2024 പൊതു തിരഞ്ഞെടുപ്പ് എന്നും പറഞ്ഞിരുന്നു. ആ പൊതു തിരഞ്ഞെടുപ്പിൽ പക്ഷേ ആരാണ് വിജയിക്കുക എന്നുള്ളത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വിജയവുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വെന്നിക്കൊടി പാറിപ്പിച്ചത് താമരയായിരുന്നു, BJP ആയിരുന്നു. അത് നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ തിളക്കവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2024 ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് BJP ആണ്. ഭരിക്കാൻ പോകുന്നതും നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നതും ശ്രീ നരേന്ദ്രമോദിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കർണാടക, തെലുങ്കാന, കേരളം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും പ്രതീക്ഷ അർപ്പിക്കുന്ന സ്റ്റേറ്റുകൾ കോൺഗ്രസിൻ്റെ. ഇനി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ കരുണയിൽ വേണമെങ്കിൽ തമിഴ്നാട്ടിലും ഏതാനും സീറ്റുകൾ ചിലപ്പോൾ കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ട്, ലഭിക്കുമെന്നുമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കർണാടകയിലും തെലുങ്കാനയിലും മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് നേടിയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല, അതും അംഗീകരിക്കുന്നു. പക്ഷേ ഇതിന് പ്രധാന കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിലനിന്നിരുന്ന ചില ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയതുകൊണ്ടാണ് അത്തരത്തിലൊരു വിജയമുണ്ടായത്. ഇതേ വിജയം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല എന്നുകൂടി പറയട്ടെ. അതിന് പ്രധാന കാരണം മോദിയോട് കിടപിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന മറ്റ് കക്ഷികൾക്കോ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അതായത് ഈ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് ആരെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. മല്ലികാർജുൻ ഖാർഗെയാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അത് ഡൽഹിയുടെയും ബംഗാളിൻ്റെയും മുഖ്യമന്ത്രിമാർ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഖാർഗെയെ പിന്തുണയ്ക്കുകയും ഖാർഗെയെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്തത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുവാൻ ഒരൊറ്റ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. കാരണം ഇത്രയുമൊക്കെ ജനപ്രീതി നേടി എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുവാൻ നേതാക്കളില്ലാതാകുന്നു. അങ്ങനെ ഒരൊറ്റ നേതാവ് പോലും രാഹുൽ ഗാന്ധിയുടെ പേര് പറയാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ പറയപ്പെടുന്ന പേര് എന്ന് പറയപ്പെടുന്നത് മല്ലികാർജുൻ ഖാർഗെയുടേതാണ്. അത് ചിലപ്പോൾ മമതാ ബാനർജിയുടെ തന്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഒപ്പം തന്നെ മമതാ ബാനർജിയുടെയും ഈ നീക്കമെന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നെഹ്റു കുടുംബത്തെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ വലിയൊരു തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. അതായത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അങ്ങനെ ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കുവാൻ ഇനി കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിയുകയില്ല എന്നുകൂടി പറയട്ടെ. കാരണം അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. പകരം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വട്ടം നേടിയതുപോലെ 19 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ നിന്ന് അത്രയും സീറ്റുകൾ ചിലപ്പോൾ കോൺഗ്രസിന് സ്വന്തമാക്കാമായിരുന്നു. അത് കഴിയുകയില്ല. BJP വിരുദ്ധ സഖ്യത്തിന് അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കില്ല എന്ന് വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് മമതയും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖാർഗെയുടെ പേര് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പ്രധാന കക്ഷികളായിട്ടുള്ള പല പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത്. RJD ആവട്ടെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ആവട്ടെ, ഇവയ്ക്കെല്ലാം ഉള്ളത് ഈ സമാനമായ സ്വഭാവമാണ്. ഈ സാഹചര്യത്തിൽ ഇനി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ അതെന്തായാലും അത് വിലപ്പോവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പതനത്തിന് അല്ലെങ്കിൽ ആ നേതൃത്വത്തിന് ചോദ്യം ചെയ്യപ്പെടാൻ വഴിയൊരുക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ, ഇനി മത്സരിച്ചാൽ പോലും കേരളത്തിൽ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2019 നേടിയ 19 സീറ്റുകളിൽ എത്ര എണ്ണം അവർക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെ ഇന്ന് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എത്ര എണ്ണം ലഭിക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും 15-ൽ കുറയാത്ത സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പറയട്ടെ. ഇതിൽ ലീഗിൻ്റെ കൈവശമുള്ള പൊന്നാനി മണ്ഡലവും ഇവർ CPM പിടിച്ചടക്കും, അല്ലെങ്കിൽ LDF പിടിച്ചടക്കും എന്നാണ് അവരുടെ അവകാശവാദം. അതെന്തോ ആയിക്കോട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ൽ താഴെ മാത്രമാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ UDFൻ്റെ തന്നെ ലീഡ് എന്ന് പറയാം. ഇത് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രതിപക്ഷത്തിന് ഈ ഭൂരിപക്ഷം ലഭിച്ചാൽ തന്നെ കോൺഗ്രസ് അല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യ മുന്നണി അങ്ങനെയാണ്. ഇത് തന്നെയാണ് ഇടതുപക്ഷവും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഇവരുടെ നിർദ്ദേശം. അത്തരമൊരു നിർദ്ദേശത്തെ കോൺഗ്രസിനും അംഗീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം അടക്കം കണക്ക് കൂട്ടുന്നത്. ഇക്കാര്യം പ്രധാന CPM നേതാക്കളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസ്സുകാർ ശരവേഗത്തിൽ കാമിയണിയാൻ മടിക്കാത്തവരായതിനാൽ കേരളത്തിൽ ഈ സംഘപരിവാറിനെ ഫലപ്രദമായി ചെറുക്കുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് CPM ആഹ്വാനം ചെയ്യുന്നത്. കാരണം സംഘപരിവാറിനെ നിഷ്ക്രിയമാക്കണം, അതിന് നിങ്ങൾ CPM വോട്ട് ചെയ്യണം. മൃദുഹിന്ദുത്വം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ തറപറ്റിക്കണം. അപ്പോൾ അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ CPM നടത്തുന്ന തന്ത്രങ്ങൾ, ചില പയറ്റൽ നടത്തുന്നത്. അവർ പയറ്റാൻ പോകുന്ന തന്ത്രവും ഞാൻ ഈ പറഞ്ഞ ഇത് തന്നെയാണ്. അതായത് RSS അജണ്ട നടപ്പാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ UDF നേതാക്കൾ അടക്കം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റിയിരിക്കുകയാണ് CPM എന്ന് പറയേണ്ടി വരും. അവർ അത് ഉയർത്തിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരം പ്രചാരണം ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് ലഭിക്കുവാൻ അവിടെ ഇത് പ്രതിഫലിക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗ് കോട്ടകളെയും സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതായത് സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ തീരുമാനം, ആ ഗവർണറെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിന് ക്ഷണിച്ചതും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ ചൂടുള്ള ഒരു വലിയ ചർച്ചയായിട്ട് വലിയ വാർത്തയായിട്ട് മാറി എന്നുള്ളതും ശ്രദ്ധേയമാണ്. SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ കൊടി ഉയർത്തുന്ന സമയത്ത് ആ സമയത്ത് പോലും ഈ ഗവർണർക്ക് മുന്നിൽ വിവാഹ സൽക്കാരത്തിൽ ബിരിയാണി വിളമ്പുകയാണ് നമ്മുടെ ലീഗ് നേതൃത്വം ചെയ്തത് എന്നുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ വലിയതായിട്ട് മാറുന്നത്, വലിയ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും ഒപ്പം തന്നെ പരിഹസിക്കാനുമൊക്കെ ഇപ്പോൾ CPM സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ പോരാളികളാൽ മത്സരിക്കുകയാണ് എന്ന് പറയുന്നത്. ഗവർണറെ ന്യായീകരിച്ചിട്ടുള്ള KPCC അധ്യക്ഷൻ്റെ നടപടിയിൽ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. കാരണം ഒപ്പമുള്ളവരെ പോലും അകറ്റുന്ന പ്രസ്താവനകളാണ് ഈ നിലപാടിനെ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടി വരും. സുധാകരന് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം സുധാകരൻ തന്നെ പ്രസ്താവന തിരുത്തി എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്ത അല്ലെങ്കിൽ സുധാകരൻ്റെ പ്രസ്താവന, വിവാദപരമായിട്ടുള്ള പ്രസ്താവന, ആ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് അത് വൈറലായതോടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിരോധവും തകർന്നടിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പാളിപ്പോകുന്നത്. നവകേരള സദസ്സിനെതിരെ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ പോഷക സംഘടനകളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണല്ലോ. ആ പ്രതിഷേധമൊക്കെ അവർ ഉദ്ദേശിച്ച നേട്ടമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മിക്ക മാധ്യമങ്ങളും ഒപ്പം ഉണ്ടായിട്ട് പോലും ഈ പിണറായി സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമരം പോലും നടത്താൻ നാളിതുവരെ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടെ പറയേണ്ടി വരും. ആരൊക്കെ നമ്മൾ നിഷേധിച്ചാലും ശരി, അതൊരു യാഥാർത്ഥ്യവും തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എത്ര സമരമാണ് നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ സമരമാണ് ഇവിടെ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്? അങ്ങനെ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് പിണറായി വിജയൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്ത് സമരമാണ് ഇവിടെ പ്രതിപക്ഷം നടത്തിയത് എന്നുള്ളതാണ്.
UDF നേതാക്കൾ തൊടുന്നതെല്ലാം വലിയ അബദ്ധമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പറയാതെ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു നല്ല പ്രതിപക്ഷം, ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നടത്തിയ ധൂർത്തിനും കൊള്ളയ്ക്കും വലിയ വില നൽകേണ്ടി വരുമായിരുന്നില്ല. ഈ നവകേരള സദസ്സ് അടക്കം ധൂർത്തിൻ്റെ പര്യായമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും UDF എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്രയും തല്ലുകൊള്ളാനുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ ബാധ്യതക്കാരായി മാറില്ലായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് കൂടി പറയട്ടെ. യൂത്തന്മാർക്കും KSUക്കാർക്കും മാത്രമാണ് തല്ല് കിട്ടിയിട്ടുള്ളത്. അവരത് തല്ലും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നടത്തുന്ന കോൺഗ്രസിൻ്റെ ശ്രമങ്ങളും മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഇല്ലാതാവുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ അടക്കം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസിന് കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ 2019 ലഭിച്ച 19 സീറ്റുകൾ ലഭിക്കുകയില്ല എന്ന് കൂടി പറയട്ടെ. ഒപ്പം തന്നെ ഒരു 10 സീറ്റെങ്കിലും നേടിയാൽ അത് ഭാഗ്യമായിരിക്കും. ഒപ്പം തെലുങ്കാനയാണെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാതെ വരുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. കൃത്യമായിട്ടൊരു നേതാവില്ല, കൃത്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളില്ല. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം മണ്ണിനടിയിലേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് 2024 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് ഇനി മല്ലികാർജ്ജുന ഖാർഗെയല്ല, ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും 2024 BJPയുടെ സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തന്നെയാണ്. ആ നരേന്ദ്രമോദിക്ക് ബദലായി നിർത്തുവാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയോ ഒരു നേതാവോ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനോ ഇല്ല എന്നത് തന്നെയാണ് അവരുടെ നഷ്ടം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും 2024 എന്ന് പറയേണ്ടി വരും. അത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിനും വലിയ തിരിച്ചടികൾ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.